നിങ്ങളുടെ നെഞ്ചിൻ്റെ ചൂടേറ്റ് ആ നെഞ്ചടി പറഞ്ഞുകൊണ്ട് കിടന്നാലല്ലാതെ എനിക്ക് ഉറക്കം വരില്ല വിനുവേട്ടാ. അതിന് ഏതവസ്ഥയിൽ എവിടെയാണെങ്കിലും എനിക്കുറങ്ങാൻ നിങ്ങൾ എൻ്റെ അരികിൽ തന്നെ വേണം വിനുവേട്ടാ. വിനോദിൻ്റെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്നൊരൊറ്റ ശരീരമായി പുണർന്നു കിടക്കുമ്പോൾ ഭാമ സ്നേഹത്തിൽ അവൻ്റെ കാതോരം പറഞ്ഞ വാക്കുകൾ കേട്ടതും ഇറുക്കത്തിൽ അവളെ തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചു വിനോദ്. അവൻ്റെ ആ പ്രവൃത്തിയിലും വിരലുകളുടെ കുസൃതിയിലും ഭാമ കുണുങ്ങി കുറുകി ചിരിച്ചതും അവളുമായി ഒന്നുരുണ്ടു വിനോദ ബെഡിൽ. വേണ്ടട്ടോ വിനുവേട്ടാ, ഞാൻ സമ്മതിക്കില്ല. ചെറു നിശ്വാസ ചൂടോടെ തൻ്റെ കാതോരം പതിയുന്ന ഭാമയുടെ ശബ്ദം ഒരു തരിപ്പുണർന്നു വിനോദിൽ. വിനോദേ മോനെ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാടാ ശരിയാവുന്നത്? ഇതിനൊരു തീരുമാനം വേണ്ടേ? തനിക്കരികിൽ കേട്ട ചെറിയച്ഛൻ്റെ ശബ്ദത്തിൽ ഞെട്ടി വിനോദൊന്ന്. താനിപ്പോൾ ഉള്ളത് തൻ്റെ ബെഡ്റൂമിൽ അല്ല എന്ന് ബോധം വന്നതും ഒന്ന് ചുറ്റും നോക്കിയവൻ. അതെ, ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. ഇന്നലെ രാത്രി തൻ്റെ നെഞ്ചിലെ ചൂടിൽ പതുങ്ങി തന്നോട് കിന്നാരം പറഞ്ഞു കിടന്ന തൻ്റെ ഭാര്യ ഭാമ ഒരു രാത്രി മാഞ്ഞ് പകലായപ്പോൾ തനിക്കൊപ്പമില്ല. തൻ്റെ ആത്മമിത്രം സുനീറിൻ്റെ കൂടെയാണ്. അവൻ്റെ കണ്ണുകൾ തനിക്ക് എതിർവശത്ത് സ്റ്റേഷൻ്റെ ചുമരിൽ ചാരി നിൽക്കുന്ന സുനീറിലെത്തി. വിനോദിൻ്റെ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടതും സുനീറിൻ്റെ ഇടംകൈ ഭാമയുടെ വലങ്കൈയിൽ കൊരുത്തു പിടിച്ചു. വിട്ടുതരില്ല എന്ന പോലെ ഒരു പുച്ഛച്ചിരി തെളിഞ്ഞു വിനോദിലെങ്കിലും അവൻ്റെ കണ്ണുകൾ സുനീറിനെയും താണ്ടി ഭാമയിലെത്തി. അവളുടെ ഇക്കഴിഞ്ഞ പിറന്നാളിന് താൻ വാങ്ങിക്കൊടുത്ത തൻ്റെ ഫേവറേറ്റ് കളർ ചുരിദാറാണവൾ അണിഞ്ഞിരിക്കുന്നതെന്ന് അത്ഭുതത്തോടെ നോക്കിയവൻ. വാങ്ങി നൽകിയ അന്നു മുതൽ എത്രയോ തവണ അവളത് ഇട്ട് കാണാൻ താൻ ആഗ്രഹിച്ചെങ്കിലും തനിക്ക് ഏറ്റവും സന്തോഷമുള്ള നാളിൽ മാത്രമേ അതണിയൂ എന്നവൾ വാശി പിടിച്ചു. ഇന്നായിരുന്നു അവൾക്ക് ഏറ്റവും സന്തോഷമുള്ള ആ ദിവസം. അവൾക്കായി ജീവിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ കൂട്ടുകാരനോടൊപ്പം പോയ ഈ ദിവസമായിരിക്കും ചിലപ്പോഴവൾക്ക് ഏറ്റവും സന്തോഷം. തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരവും അവൻ തന്നെ കണ്ടെത്തിയതും അവരെ നോക്കിയൊന്ന് ചിരിച്ച് ഇരുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റു അവൻ. ഞാനെന്നാൽ പൊക്കോട്ടെ സാറേ, ഇവിടെ ഇനി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. വേദന ഒളിപ്പിച്ചൊരു ചിരിയോടെ വിനോദ് ചോദിച്ചതും അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം സഹതാപം പുരട്ട നോട്ടം അവനിൽ തങ്ങി. രാത്രി തനിക്കൊപ്പം ഉറങ്ങിയ ഭാര്യയെ രാവിലെ മുതൽ കാണാനില്ലെന്ന പരാതിയുമായി പതറിപ്പകച്ച് സ്റ്റേഷനിലേക്ക് കയറി വന്ന് പറഞ്ഞവൻ്റെ മുഖം അവരാരും ഒരിക്കലും മറക്കില്ല. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും വന്നു പതിച്ചത് അവിടെ കൂടിയിരുന്നവരുടെ നെഞ്ചിലാണ്. കാണാതെ പോയ ഭാര്യയെ കൂട്ടുകാരുടെ ഒപ്പം റിസോർട്ടിൽ നിന്ന് പോലീസുകാർ കണ്ടെത്തിയെന്ന വാർത്തയറിഞ്ഞപ്പോൾ അവൻ ഞെട്ടിയ ഞെട്ടലിൽ വിറച്ചു പോയത് അവനൊപ്പം ഉള്ളവരാണ്. തനിക്കെന്തെങ്കിലും പറയാനോ മറ്റോ ഉണ്ടോ വിനോദേ? അല്പം പ്രായമുള്ള സ്റ്റേഷൻ SI അലിവോടെ തിരക്കിയതിന് നിറകണ്ണോടെ തല ചലിപ്പിച്ചവൻ. എനിക്കിനി ഒന്നും പറയാനില്ല സാറേ. ഞാൻ എന്തു പറയാനാണ്? എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവളായി കണ്ടെത്തിയ ഒരുവനൊപ്പം അവൾ പോയി. മറ്റൊരുവനൊപ്പം പോയി മനസ്സും ശരീരവും നൽകിയൊരു പെണ്ണിനെ തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ മാത്രം വലിയ മനസ്സൊന്നും എനിക്കില്ല സാറേ. അവർ ജീവിച്ചോട്ടെ, സന്തോഷമായി. നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ തുടച്ചവൻ പറഞ്ഞതും ആശ്വാസഭാവം തെളിഞ്ഞു ഭാമയിലും സുനീറിലും. താങ്കളുടെ പണമോ സ്വർണമോ മറ്റോ അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പറയാം, തിരികെ മേടിച്ചു തരാം ഞങ്ങൾ. ഞാൻ ആരുടെ ഒന്നും എടുത്തിട്ടില്ല സാറേ. ഞാനെടുത്തത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം മാത്രമാണ് എൻ്റെ അവകാശം. വിനുവേട്ടൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കെട്ടിയ താലി വരെ ആ വീട്ടിൽ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. SI പറഞ്ഞു നിർത്തും മുമ്പ് ഭാമയുടെ ഗർവോടെയുള്ള ശബ്ദം മുഴങ്ങി സ്റ്റേഷനിൽ. അതിനൊരു മറുപടി SI ഭാമയ്ക്ക് നൽകുന്നേരം സ്റ്റേഷൻ വിട്ട് പുറത്തേക്കിറങ്ങിയിരുന്നു വിനോദും കൂട്ടരും. ദിവസങ്ങൾ ആഴ്ചകളായി കടന്നുപോയി. ഭാമ വിനോദിനെ ഉപേക്ഷിച്ച് പോയിട്ടിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ജീവിതമായി വിനോദും പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. നിങ്ങളൊരു പാവത്തിനെ പോലെ നിന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം വിനോദിൻ്റെ വീട്ടിലെത്തി ഭാമ അലറിയതും വിനോദ് അവളെ കാര്യമറിയാതെ പകച്ചു നോക്കി. ഞാൻ എങ്ങനെയാണ് ഭാമേ നിന്നെ പറ്റിച്ചത്? നീയല്ലേ എന്നെ പറ്റിച്ചെൻ്റെ കൂട്ടുകാരനൊപ്പം പോയത്? വിനോദ് ചോദിച്ചതും ഭാമ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടുത്തമിട്ടു. എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് തന്നത് നല്ല ഒറിജിനൽ സ്വർണ്ണമാണ്. താനാണ് അതെടുത്തിട്ട് പകരം അതേപോലെയുള്ള മുക്കുവണ്ടം വെച്ചത്. അലറുക തന്നെയായിരുന്നു അത് പറയുമ്പോൾ ഭാമ സത്യത്തിൽ. ഒച്ചപ്പാടും ബഹളവും കൂട്ടിയതും പോലീസ് അവിടെ എത്തി. വിനോദിനോട് കയർക്കുന്ന സുനീറിനെയും ഭാമയെയും അടക്കി നിർത്തി SI. സാറേ, സുനിയേട്ടൻ്റെ കയ്യിലെ പൈസ തീർന്നപ്പോൾ തൽക്കാലം എൻ്റെ ഒരു വള വിൽക്കാമെന്ന് കരുതി ഞങ്ങൾ സ്വർണ്ണക്കടയിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ കയ്യിലുള്ളതെല്ലാം വ്യാജ സ്വർണ്ണമാണെന്ന്. ഒറിജിനൽ ഇയാളെടുത്ത് മാറ്റി സാറേ. കരച്ചിലോടെ ഭാമ പറഞ്ഞതും വനിതാ പോലീസിൻ്റെ കൈ അവളുടെ കവിളിൽ ശക്തമായി പതിഞ്ഞിരുന്നു. നുണ പറയുന്നോടി കള്ളി നീ!
ഒരു രാവ് പുലർന്നപ്പോൾ നിന്നെ കാണാതെ ലോകം മുഴുവൻ തിരഞ്ഞു നടന്ന ഇവൻ എപ്പോഴാണടി നിന്റെ സ്വർണം മാറ്റുന്നത്? കയ്യിലുള്ളതെല്ലാം കൂത്താടി നടന്ന് വിറ്റ് തുലച്ച് തിന്നിട്ടവള് പിന്നെ ഒന്നും അറിയാത്ത പാവത്തിന്റെ മേൽ പഴിചായിരുന്നോ എടി? വായിൽ നിന്ന് വന്നൊരു മുഴുത്ത തെറി പറയുന്നതിനൊപ്പം തന്നെ പിന്നെയും കൈ ഉയർന്നു താഴ്ന്നു പോലീസിന്റെ. ഒരുവന്റെ ഭാര്യയായി ജീവിച്ചപ്പോ നിനക്ക് അടുത്തവനോട് കമ്പം. ഇപ്പൊ അവന്റെ ഒപ്പം പോണ്ട പൂതി തീർന്നപ്പോഴാണോടി നിനക്ക് പുതിയ കഥയായിട്ട് ഇറങ്ങാൻ തോന്നിയത്? നീയാള് കൊള്ളാലോ. ഇക്കഴിഞ്ഞ 2 കൊല്ലം ഈ പാവൻ ചെക്കൻ്റെ വിയർപ്പിൻ്റെ ഉപ്പ് തിന്ന് സുഖിച്ച് ജീവിച്ചിട്ട് അതിനെയും പറ്റിച്ച് പോയതും പോരാ, പുതിയ തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയേക്കാണ് 2 എണ്ണം. നാണില്ലല്ലോടാ നിനക്ക് വീണ്ടും ഇവളെയും കൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് തെണ്ടാൻ വരാൻ. ചുറ്റും കൂടിയ കാഴ്ചക്കാർക്കിടയിൽ നിന്ന് തൊലിയുരിയുന്ന സംസാരങ്ങൾ ഒരുപാട് ഉയർന്നതും നാണക്കേട് കൊണ്ട് ഒളിക്കാൻ സ്ഥലം തേടിയലഞ്ഞു ഭാമയുടെ മിഴികൾ. ഇനി ഇതുപോലെ കള്ളക്കഥയുണ്ടാക്കി ആ പാവൻ ചെക്കനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ജയിലും കോടതിയുമായി നടക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും. അതിനുള്ള പണി തരും ഞാൻ 2നും. പിരിഞ്ഞു പോകാൻ നേരം SI പറഞ്ഞ വാക്കുകൾ കേട്ട് ഭയന്നു ഭാമയും സുനീറും. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിനോദിന്റെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ആകെ അസ്വസ്ഥമായിരുന്നു ഭാമ. പുറമേ ജോലിക്ക് പോകാൻ മടിയാണ് സുനീറിന്. തൻ്റെ സ്വർണം വിറ്റിട്ട് ആ പണം കൊണ്ടൊരു വണ്ടി വാങ്ങി ടാക്സിയായി ഓടാനായിരുന്നു അവൻ്റെ പ്ലാൻ. സ്വർണം നഷ്ടപ്പെട്ടു. പക്ഷേ എങ്ങനെ? ചോദ്യം ഉയർന്നുകൊണ്ടിരുന്നു ഭാമയ്ക്കുള്ളിൽ. നിന്റെ വീട്ടുകാർ നിന്നെ മുക്കുവണ്ടം തന്ന് പറ്റിച്ചതാടി. അതുകൊണ്ട് നിന്നെ കൂടെ കൂട്ടിയ ഞാനിപ്പോൾ വെറും വിഡ്ഢിയായി. ഒരുത്തൻ 1-2 കൊല്ലം കൂടെ കിടത്തിയ നിന്റെ സ്വർണം കണ്ടിട്ട് തന്നെയാണ് ഞാൻ കൂടെ കൂട്ടിയത്. പല ലക്ഷ്യങ്ങളും വെച്ച്. ആ സ്വർണമോ അതിനുള്ള പണമോ ഇല്ലാതെ നീ എൻ്റെ കൂടെ ജീവിക്കാന്ന് കരുതണ്ട ഭാമേ. ദേഷ്യത്തിൽ ഭാമയോട് പറഞ്ഞ് പെരുവഴിയിൽ അവളെ ഒറ്റയ്ക്കാക്കി സുനീർ പോയതും പകച്ചു ഭാമ. തൻ്റെ കയ്യിലുണ്ടായിരുന്നത് സ്വർണം തന്നെയാണ്. പക്ഷെ ഇപ്പോഴുള്ളത് മുക്കുവണ്ടവും. അതെങ്ങനെ വന്നു? വിനോദേട്ടൻ ചതിച്ചെന്ന് തന്നോട് പറഞ്ഞത് സുനീറാണ്. ഇനിയൊരു പക്ഷെ താനറിയാതെ അതെടുത്തത് സുനീർ തന്നെയാണോ? അതാകുമോ കാര്യം നേടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇത്ര നിസ്സാരമായവൻ വലിച്ചെറിഞ്ഞത്? ഭാമയിൽ ചിന്തകൾ കടന്നാൽ കൂടി ഇളകും നേരം തന്നെയാണ് അവൾക്കടുത്തായി വിനോദിന്റെ ബൈക്ക് വന്നു നിന്നത്. സുനീർ നിന്നെ കളഞ്ഞു പോയോ ഭാമേ? വിനോദിന്റെ ചോദ്യത്തിൽ തല താഴ്ത്തി ഭാമ. ഈ പെരുവഴിയിൽ നീ നിൽക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് എനിക്ക്. വേണമെങ്കിൽ നീ എൻ്റെ കൂടെ പോരെ. 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ ആവശ്യം തീർത്തിട്ട് നിന്നെ ഞാനിവിടെ തന്നെ കൊണ്ടാക്കാം. നീ ചെയ്യുന്ന പണിക്ക് കൂലിയും തരാടി. ഇനിയിപ്പോൾ ഇത് തന്നെയാകും മുന്നോട്ട് ജീവിക്കാൻ നിനക്കുള്ള വഴി. പോരുന്നോ? തുടക്കം എൻ്റെ അടുത്തുനിന്നാവാം. പരിഹാസം അങ്ങേയറ്റമായിരുന്നു വിനോദിൽ. അവനു മുൻപിൽ നിൽക്കാൻ കഴിയാതെ ദൂരേക്ക് ഭാമ ഓടിയകലുമ്പോൾ അവൾക്ക് നഷ്ടമായ സ്വർണം അത്രയും ഭദ്രമായി വിനോദിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഭാമയുടെയും സുനീറിൻ്റെയും പ്രണയം അവരുടെ ഒളിച്ചോട്ടത്തിനും എത്രയോ മുമ്പ് തിരിച്ചറിഞ്ഞിരുന്നു വിനോദ്. സുനീറിൻ്റെ കണ്ണ് ഭാമയുടെ സ്വർണത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് അങ്ങനെയൊരു പണി അവർക്കിട്ട് കൊടുത്തതും പാവത്താനായി നിന്നതും. അവൾക്കു വേണ്ടി മാത്രം ജീവിച്ച തന്നെ ചതിച്ചവളോട് അവന് ചെയ്യാൻ കഴിയുന്ന പ്രതികാരം. തൻ്റെ ഇത്രയും വർഷത്തെ സമ്പാദ്യങ്ങൾ ആഡംബരങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് തന്നെ ചതിച്ചു പോയവളോട് അവന് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ വലിയ പ്രതികാരം. തോറ്റുപോയവനായി വിനോദിനെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും സത്യത്തിൽ അവൻ ജയിച്ചു നിൽക്കുകയാണ്. അവൻ്റേത് മാത്രമായ ജയം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.